കാസർഗോഡ് പടന്നക്കാട് പോക്സോ കേസിൽ വിധി തിങ്കളാഴ്ച. ഹോസ്ദുർഗ് അതിവേഗ പോക്സോ കോടതി ജഡ്ജി PM സുരേഷാണ് കേസിൽ വിധി പറയുക. ഇന്ന് നടന്ന വാദത്തിൽ ഒന്നാം പ്രതി PS സലീം, സഹോദരിയും രണ്ടാം പ്രതിയുമായ സുവൈബ എന്നിവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മെയ് 15 പുലർച്ചെയാണ് പടന്നക്കാട് സ്വദേശിയായ 10 വയസ്സുകാരിയെ PS സലീം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. പുലർച്ചെ കുട്ടിയുടെ മുത്തച്ഛൻ തൊഴുത്തിലേക്ക് പോയ സമയം നോക്കിയായിരുന്നു പ്രതിയുടെ അതിക്രമം. പെൺകുട്ടിയുമായി 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച പ്രതി കുട്ടിയെ പീഡിപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്തു. വയലിൽ ഉപേക്ഷിച്ച കുട്ടി സമീപത്തെ വീട്ടിൽ അഭയം തേടി വിവരങ്ങൾ പറയുകയായിരുന്നു. സംഭവത്തിന് ശേഷം 9 ദിവസമാണ് പ്രതി മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞത്. ഹോസ്ദുർഗ് പോലീസ് ആന്ധ്രാപ്രദേശിൽ നിന്ന് PS സലീമിനെ അറസ്റ്റ് ചെയ്തു. 39 ദിവസത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 20 സാക്ഷികളെ വിസ്തരിച്ചു. 42 ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ 117 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ഇന്ന് കേസ് പരിഗണിച്ച കോടതി പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. വീട്ടിൽ അതിക്രമിച്ചു കയറി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടഞ്ഞുവെച്ച് പീഡിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകളും പോക്സോയുമാണ് PS സലീമിനെതിരെയുള്ള കുറ്റങ്ങൾ. കളവ് മുതൽ വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിൽ BNS 414 പ്രകാരം രണ്ടാം പ്രതി സുവൈബയും കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. എന്നാൽ സഹോദരനും ഒന്നാം പ്രതിയുമായ PS സലീം തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മകളുടെ ആഭരണമാണെന്ന് കരുതിയാണ് സ്വർണം വിൽക്കാൻ സഹായിച്ചതെന്നും സുവൈബ കോടതിയെ അറിയിച്ചു. വാദം കേട്ട കോടതി കേസ് വിധി പറയാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. 24 കാസർഗോഡ്.